ഹലോ, ഈ ഒരു കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കോഫി പൗഡറാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് തന്നെ എടുക്കുക, തൈരിനാണ് നല്ല റിസൾട്ട്. അതേപോലെ കോഫി പൗഡർ ഏത് വേണമെന്ന് ചോദിക്കുന്നവരോട് ബ്രൂ കോഫിയാണ് ഏറ്റവും ബെസ്റ്റ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കുക, അതൊരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോൻ്റെ ഒരു ജ്യൂസാണ്. ടൊമാറ്റോൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. പക്ഷേ ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൺ ടാൻ ഉണ്ടല്ലോ, സൺ ടാൻ മാറാനെല്ലാം ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയും കൂടി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ മാത്രം മതി. പിന്നെ വേറൊരു സംശയമുള്ള ആൾക്കാരുണ്ട്, ചെറുനാരങ്ങ നമ്മുടെ ഫേസിന് യൂസ് ചെയ്യാൻ പാടുണ്ടോയെന്ന്. ചെറുനാരങ്ങ ഡയറക്റ്റ് നമ്മളെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് ഒരു തരം ഇറിറ്റേഷൻ ഉണ്ടാക്കും, സ്കിന്ന് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ തൊലി പൊളിയാനും സാധ്യതയുണ്ട്. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുപോലുള്ള ഫേസ് പാക്കുകളിൽ എല്ലാം യൂസ് ചെയ്തിട്ട് 1, 2, 3 തുള്ളിയൊന്നും ഫേസ് പാക്കുകളിൽ യൂസ് ചെയ്ത് തേക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മളെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനവും കൂടിയാണ്. അപ്പോൾ ചെറുനാരങ്ങനെ കുറിച്ചിട്ട് ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ചിലർക്ക് കോഫി പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. ചില സ്കിന്നിന് കോഫി പറ്റാത്തവരുണ്ട്. അല്ലാത്തവർക്കെല്ലാം ഇത് നല്ലൊരു റിസൾട്ട് തരുന്നൊരു പാക്കാണ്. ഇത് ഫേസെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഫേസ് പാക്ക് ആയാലും നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതായാലും എന്ത് ക്രീം തേക്കുന്നതായാലും വെറുതെ വാരി തേച്ച് പറ്റിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ലൊരു മസാജ് കൊടുക്കണം. നല്ലൊരു മസാജ് കൊടുത്തിട്ട് വേണം എപ്പോഴും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേന്. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഉണങ്ങിയാൽ കുറച്ച് വാം വാട്ടറിൽ ഇത് കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് അങ്ങ് കഴുകിക്കളഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. പക്ഷേ ആ ഒരു റിസൾട്ട് കുറച്ച് സമയം മാത്രമേ നിൽക്കൂ. ഇത് ഡെയിലി നിങ്ങൾ ചെയ്യാനാണെങ്കിൽ ഒരു പെർമനൻറ്റ് റിസൾട്ട് നിങ്ങളെ മുഖത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ട്രൈ ചെയ്യാത്തവർ, ഇതിൽ ആഡ് ചെയ്ത സാധനങ്ങളൊന്നും നിങ്ങൾക്ക് അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ ഫേസ് പാക്കുകളും സൂട്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് ഫേസ് പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോഫിയെല്ലാം പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കമൻറ്റ് വായിച്ചിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞതുകൊണ്ട് ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സൂട്ടാകുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ. തൈര് പറ്റാത്തവർ, പാല് പറ്റാത്തവർ, മഞ്ഞൾ പറ്റാത്തവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫേസ് പാക്കുകളെല്ലാം ഒഴിവാക്കി നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫേസ് പാക്ക് ചൂസ് ചെയ്ത് തേച്ച് നോക്കുക. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്